ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ കഴിഞ്ഞ വീഡിയോയുടെ താഴെയായ ഒരു കമൻറ്റ് വന്നിരുന്നു, മന്തി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ചെയ്യാമോ എന്ന്. അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് നമുക്ക് വളരെ വേഗത്തിൽ ചെയ്യാവുന്ന ഒരു തരം മന്തിയാണ്. ഇതിനായി ആദ്യം ചിക്കൻ വേണം. ഞാൻ ഇവിടെ 1 കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത്. 3 കപ്പ് ബസുമതി റൈസ് കുതിർത്ത് വെച്ചിട്ടുണ്ട്, അരമണിക്കൂറായി. പിന്നെ ബാക്കിയുള്ള മസാല ഐറ്റംസ് എല്ലാം ഇവിടെ റെഡി ആയിരിപ്പുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് ഇടാം. ആദ്യം ഞാനൊരു 1/2 സ്പൂൺ മല്ലിപ്പൊടി ഇട്ടു. അതിനുശേഷം മുളക് പൊടി ഞാനൊരു 1.5 സ്പൂൺ ഇട്ടു. പിന്നെ അതിനുശേഷം മഞ്ഞൾപ്പൊടി ഒരു 1/2 സ്പൂൺ. കുരുമുളക് പൊടി ഇട്ടു. ഉപ്പിട്ടു ആവശ്യത്തിന്. പിന്നെ കുരുമുളക്, പെരുംജീരകം തുടങ്ങിയ മസാലകളെല്ലാം ഇട്ടു. പിന്നെ മെയിനായിട്ട് നമുക്ക് വേണ്ടുന്ന ഒരു സാധനം ചിക്കൻ സ്റ്റോക്കാണ്. അതിനുശേഷം ഗരം മസാലയും കൂടി ഇടണം. എന്നിട്ട് ഇതെല്ലാം കൂടി കൈവച്ച് നന്നായി മിക്സ് ചെയ്യണം. പിന്നീട് അതിലേക്ക് ആവശ്യത്തിന് സൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കണം. വെളിച്ചെണ്ണ ഒരു കാരണവശാലും യൂസ് ചെയ്യരുത്. സൺഫ്ലവർ ആഡ് ചെയ്ത് ഇതുപോലെ നന്നായി മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമ്മുടെ ചിക്കൻ ഓരോന്നോരോന്നായിട്ടിട്ട് നന്നായി മസാല പുരട്ടി വയ്ക്കുക. അതിനുശേഷം കുക്കർ ഗ്യാസ് അടുപ്പിൽ വെച്ച് 1 വിസിൽ കേൾക്കുന്നവരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ചോറ് വയ്ക്കാനായിട്ട് ആദ്യം തന്നെ വെള്ളത്തിൽ അരി ഇടുക, നെയ്യ് ഒഴിക്കുക, മറ്റ് കറുകപ്പട്ട, ഗ്രാമ്പൂ എല്ലാം ഇടുക, ഉപ്പിടുക. ജസ്റ്റ് ഒന്ന് അരി തിളയ്ക്കുമ്പോൾ തന്നെ നിർത്തണം, അല്ലെങ്കിൽ ഇത് കുഴഞ്ഞു പോകും. നമുക്ക് അതിൻ്റെ സൈഡിൽ കൂടെ നമുക്ക് മയോണൈസ് ഉണ്ടാക്കാം. ഞാൻ എടുത്തേക്കുന്ന ഒരു ഫുൾ മുട്ടയാണ്. മുട്ടയുടെ മഞ്ഞക്കരു ഉപയോഗിക്കാറില്ല, ഉപയോഗിച്ചാലും കുഴപ്പമില്ല, ഞാൻ എടുക്കാറുണ്ട്. അതിൻ്റെ കൂടെ ഗാർലിക് ഇടണം. പിന്നെ സൺഫ്ലവർ ഓയിൽ. നമ്മൾ ആദ്യമേ തന്നെ ഒരുപാട് സൺഫ്ലവർ ഓയിൽ ഒഴിക്കരുത്. നമ്മൾ കുറച്ചൊഴിച്ച് മിക്സിയിലിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം പിന്നെ ആഡ് ചെയ്ത് നല്ല തിക്കായി എടുത്തതായിരിക്കും നല്ലത്. പൊട്ടില്ല. അപ്പോഴേക്കും നമ്മുടെ റൈസ് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തന്നെ തീ ഓഫ് ചെയ്യുക. നമുക്ക് അടുത്തതായി തക്കാളി ചട്നി ഉണ്ടാക്കാം. തക്കാളിയും പച്ചമുളകും ഉപ്പും പിന്നെ 1 സ്പൂൺ വിനാഗിരിയും കൂടി ഒഴിച്ച് നമുക്ക് ഉണ്ടാക്കാവുന്നതാണിത്. തക്കാളി ചട്നി റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കുക്കറിൽ 1 വിസിൽ കേട്ടു. ഞാൻ ഓഫ് ചെയ്ത് വെച്ചേക്കായിരുന്നു. ഇപ്പോൾ അതിൻ്റെ ആവിയൊക്കെ പോയി ഞാൻ തുറന്നു. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്കൊരു 4 പച്ചമുളക് കൂടി ഇതിൻ്റെ അകത്തോട്ട് വെച്ചിട്ട് നമുക്ക് ചാർക്കോള് ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കണം. ചാർക്കോൾ ആദ്യം പുറത്തെടുത്ത് വെച്ച് കത്തിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് എണ്ണ കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് പെട്ടെന്ന് തന്നെ കുക്കറിൻ്റെ അടപ്പ് ക്ലോസ് ചെയ്ത് 1 വിസിൽ കേൾക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഒരു വിസിൽ കേട്ടു. ഞാനിത് ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്ത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി നന്നായി മിക്സ് ചെയ്താൽ നന്നായിരിക്കും. ഞാനിതിനകത്തിട്ട് തന്നെ അങ്ങ് മിക്സ് ചെയ്തു. അപ്പോൾ ഇത് നിങ്ങളും വീട്ടിൽ പരീക്ഷിക്കുക. ഇത് എങ്ങനെയുണ്ട് എന്നുള്ളത് ഞാൻ പറയുന്നില്ല, നിങ്ങൾ വെച്ച് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക. താങ്ക് യു.